ഞങ്ങൾ ഇതിനെ ന്യായീകരിച്ചിട്ടില്ല. ഞങ്ങൾ ഈ ആരോപണത്തിന് മറുപടി പറയാ ചെയ്തത്. അതുകൊണ്ടാണ് ഞാനും ഹുസൈൻ സലഫിയും അതുപോലെ തന്നെ എർനിക്കൽ അബ്ദുൽ ഖാദർ ഹാജിയൊക്കെ ജബ്ബാർ മൊയ്ലിന്റെ വീട്ടിൽ പോയി ഇത് ശിർക്കാണ്, ഇത് തിരുത്തണം എന്ന് പറഞ്ഞു. കാര്യമൊന്നുമില്ല. ഞാൻ സൂചിപ്പിച്ചത് 6 വർഷമായിട്ട് ഇത് എഴുതി ജബ്ബാർ മൗലവി എഴുതി. ജബ്ബാർ മൗലവി എഴുതിയപ്പോ മടവൂരികൾ ഇത് പരസ്യമായി രംഗത്ത് വന്നു. അതുപോലെ തന്നെ കുബൂരികൾ എടുത്ത് പുറത്തു കൊണ്ടുവന്നു. കുബൂരികൾ പുറത്തു കൊണ്ടുവന്നു. അതുപോലെ തന്നെ മടവൂരികൾ കൊണ്ടുവന്നു. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ സന്ദർഭത്തിൽ ജബ്ബാർ മൗലവി അടുക്കൽ ആദ്യം ചെന്നു. എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത്? കാരണം ഒരാൾ അബദ്ധം പറഞ്ഞാൽ ഉടൻ തന്നെ നേരെ കയറിയിട്ട് അത് പൊട്ടത്തരാണ്, അതല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അയാളെ വഷളാക്കണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം പ്രത്യേകിച്ചൊരു പണ്ഡിതൻ എന്നറിയപ്പെടുന്ന ഒരാൾ പറഞ്ഞാൽ എന്താണത്? അപ്പൊ ചിലപ്പോൾ ആൾ അങ്ങനെ പറയാം, മനുഷ്യന്മാർ അബദ്ധം പറയാ. ഏത്? നമുക്ക് തൗബയുടെ ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ വാചകം എന്താ? അല്ലാഹുമ്മ അന്ത അബ്ദി അന റബ്ബുക്. അയാൾ സന്തോഷം കൊണ്ട് വാഹനം ഒട്ടകം നഷ്ടപ്പെട്ടിട്ട് പിന്നെ സന്തോഷം കയറിയപ്പോൾ പറയണെന്താന്ന് മനസ്സിലാവില്ല. അല്ലാഹുമ്മ അന്ത അബ്ദി അന റബ്ബുക്. അല്ലാഹു നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ്. കുഫറിന്റെ വാക്കാണ്. പക്ഷെ അയാൾ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഈ മനുഷ്യൻ എന്താ ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിനടുക്കെ പോയി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? അദ്ദേഹം പറഞ്ഞു, തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നും പല മുജാഹിദുകളെയും ഈ വാക്കുകൊണ്ട് വഞ്ചിക്കുന്നുണ്ട്. ആ പുകമറ ഞങ്ങൾ വലിച്ചു കീറും, സംശയം വേണ്ട. തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ ഞങ്ങൾ ഉദ്ദേശിക്കണില്ല. അപ്പം ഞങ്ങൾ വീണ്ടും ചോദിച്ചല്ല, തേടാന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഇല്ല. പ്രാർത്ഥിക്കാന്ന് വാദമുണ്ടോ? ഇല്ല. തേടേണ്ടതാണെന്ന് വാദമുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്താ ഉള്ളത്? തേടിയാൽ ശിർക്കല്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ പറഞ്ഞിട്ടില്ല. തേടിയ ശിർക്കില്ല. എന്തിൽ ശിർക്കില്ല? ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന് വിശ്വസിച്ചിട്ട് ജിന്നെ എനിക്ക് വെളിച്ചം തരണേ എന്ന് ചോദിച്ചാൽ അതിൽ ശിർക്കില്ല, അബൗദികതയില്ല എന്നാണ്. മനസ്സിലാകുന്നില്ല. ഇദ്ദേഹം പറഞ്ഞിട്ട് ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ വാദം എന്താ? തേടാന്ന് പറഞ്ഞില്ല, തേടണമെന്ന് പറഞ്ഞില്ല, തേടേണ്ടതാന്ന് പറഞ്ഞില്ല. സ്വാഭാവികമായും മടവൂരികൾ രംഗത്ത് വന്നു, ഖുറാഫികൾ രംഗത്ത് വന്നു. ആ സന്ദർഭത്തിൽ നമ്മൾ മടവൂരികളോടും ഖുറാഫികളോടും തിരിച്ചു ചോദിച്ചു, അല്ല തേടാമെന്നതിലുണ്ടോ, തേടണമെന്നതിലുണ്ടോ, തേടേണ്ടതാണെന്നതിലുണ്ടോ? ഇല്ല. പിന്നെന്താ ഉള്ളത്? അതിൽ അബൗദികതയില്ല, ശിർക്കില്ല എന്നുള്ളത്. ഈ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലെ വരി വായിക്കുമ്പോൾ നമ്മൾ വ്യക്താക്കി കൊടുക്കുകയാണ്. വാദിക്കുന്നവൻ എന്ത്? തേടാമെന്നോ തേടണമെന്നോ പറഞ്ഞില്ല. നേരെ മറിച്ച് ഈ രൂപത്തിൽ ജിന്നുകള് മലക്കുകൾ കേട്ടോട്ടെ എന്ന് വിചാരിച്ച് അള്ളാഹിന്റെ നബികൾ ചോദിച്ചാൽ അതിൽ അബൗദികതയില്ല, ശിർക്കില്ല എന്നാണ് ജബ്ബാർ മൗലവി എഴുതിയത് എന്നാണ്. അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായി 2 വാദം. അതിലൊന്ന് മടവൂരി പറഞ്ഞത്, ഖുബൂരി പറഞ്ഞത്. അവർക്ക് അതിന് മറുപടി പറഞ്ഞു. ഈ ഇസ്ലാഹാണ്. ഈ ഇസ്ലാഹ് അഥവാ ആ ഏപ്രിൽ 2007 പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസിക. ഈ ഇസ്ലാഹ് മാസികയിൽ ഈ സ്റ്റേജിൽ തന്നെയുള്ള അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനമുണ്ട്. എന്താണ് ആ ലേഖനം എന്നറിയുമോ? നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട ഒരു കുബൂരി പണ്ഡിതനായ അമ്പലക്കടവ് ഫൈസി, നേരത്തെ കണ്ട അമ്പലക്കടവ് ഫൈസി, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന തൗഹീദ് ശരിയല്ല, ഭൗതികം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട്, അദൃശ്യം ദൃശ്യം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യാഖ്യാനം, ആ വിശദീകരണം ശരിയല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ടൊരു ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിന് 1, 2, 3, 4 എന്നിങ്ങനെ അക്കമിട്ടുകൊണ്ട് ജബ്ബാർ മൗലവി മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ വന്ന ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടാണ് ഈ ദുർവ്യാഖ്യാനം ഇവർ നടത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന ജബ്ബാർ മൗലവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്ന വാചകം തെറ്റാണെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തിരുത്തുമെന്ന ബോധ്യത്തോടെ ഞാൻ പറയുകയാണ്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ, ഒരാൾക്ക് പ്രയാസം നേരിട്ടാൽ ജിന്നിനോട് സഹായം തേടാമെന്നോ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനം പറയില്ല, പറഞ്ഞിട്ടില്ല, പറയുകയില്ല, പറയുമെന്ന് പറയാൻ പോലും സാധ്യമല്ല. ആ നിലക്ക് കൃത്യമായി ബോധ്യപ്പെട്ട തെളിവുകൾ കൊണ്ട് മുജാഹിദുകൾ സമർത്ഥിക്കുന്ന കാര്യമാണ്. സ്വാഭാവികമായും മടവൂരികൾ രംഗത്ത് വന്നു, ഖുറാഫികൾ രംഗത്ത് വന്നു. ആ സന്ദർഭത്തിൽ നമ്മൾ മടവൂരികളോടും ഖുറാഫികളോടും തിരിച്ചു ചോദിച്ചു, അല്ല തേടാമെന്നതിലുണ്ടോ, തേടണമെന്നതിലുണ്ടോ, തേടേണ്ടതാണെന്നതിലുണ്ടോ? ഇല്ല. പിന്നെ
അപ്പോ ഈ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലെ വരി വായിക്കുമ്പോൾ നമ്മൾ വ്യക്താക്കി കൊടുക്കുകയാണ്. വാദിക്കുന്നവൻ എന്ത് തേടണമെന്നോ പറഞ്ഞില്ല. നേരെ മറിച്ച് ഈ രൂപത്തിൽ ജിന്നുകള് മലക്കുകൾ കേട്ടോട്ടെ എന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ നബിയെ ചോദിച്ചാൽ അതിൽ അഭൗതികത ഇല്ല, ശിർക്കില്ല എന്നാണ് ജബ്ബാർ മൗലവി എഴുതിയത് എന്നാ. അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായി രണ്ട് വാദം. അതിലൊന്ന് മടവൂരി പറഞ്ഞത്, ഖുബൂരി പറഞ്ഞത്. അവർക്ക് അതിന് മറുപടി പറഞ്ഞു. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് മടവൂരിസാണെന്നാ. ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി. ഇപ്പൊ മടവൂരികൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? മടവൂരികളെ നിങ്ങൾ മടവൂരികളെ കാണോ? ഇത്രയും കാലം മടവൂരികൾ കൊണ്ടുവന്നത് എന്താ? അവര് തെരുവോരങ്ങളിട്ട് നാട്ടിച്ചത് എന്താ? ഈ പറയുന്ന ഈ ചീഞ്ഞു നാറുന്ന ഈ ഉച്ഛിഷ്ടം വിസർജ്യമാണ് ഓരോ കേരളത്തിന്റെ മുക്കുമൂലകളിലും മടവൂരികൾ വാരി വിതറിയത് അല്ലേ? ഞങ്ങളത് കോരിക്കളഞ്ഞു. ഞങ്ങൾ കുറച്ച് നാറി, അത് ശരിയാ. കാരണം ഇത് വിസർജ്യ കോരിയത്, അതുകൊണ്ട് കുറച്ച് നാറ്റം ഞങ്ങൾക്ക് ഉണ്ടാവും. ഇത് കോരിയല്ലേ, ഞങ്ങൾ കുളിക്കാൻ തയ്യാറാണ്. എവിടെ മടവൂരി? ഇനി ആരെ പറയാ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരോടെ പറയാം? ഒരു മടവൂരിയും വരില്ല. നിങ്ങൾക്കറിയോ? ഒരു മടവൂരി ആദർശത്തിൽ നിന്ന് സലഫിയത്തിൽ നിന്നാൽ ഒരു മടവൂരിക്ക് ന്യായം ഉണ്ടാവൂല. ഏത് മടവൂരിന് വരും? ഏത് മടവൂരി വരും? വരൂല. കാര്യം അവർക്കുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന ആയുസ് ഇത് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് നാട് നീളം നടന്നത്. ഇതും കൊണ്ടാ നാട് നീളം നടന്നത്. ഇനി മടവൂരി വിചാരിക്കുന്നത് പടച്ചോരെ ഇനി എന്താ പറയാന്ന. ഇനി പറയട്ടെ. അപ്പോ മടവൂരിസം, ആ മടവൂരിസത്തിന് ഇപ്പൊ ചാൻസ് ഇല്ല. എന്ത് പറയണം? അജണ്ട ഇല്ല. കാര്യം ഇത് മാത്രമേ ഉള്ളൂ. കാര്യം ഈ ജിന്നും പിശാചും സിഹിറും അതുപോലെ തന്നെ ഈ പറയുന്ന ജബ്ബാർ മൗലവിയുടെ വാചകവും ഇതൊക്കെ അല്ലാതെ എന്താ മടവൂരികൾക്ക് ഇവിടെ അജണ്ട ഉണ്ടായിരുന്നത്? പിന്നൊരു വാദം എന്താ? ഇത് ശിർക്കാണോ അല്ലേ? ഇത് ശിർക്കാണോ അല്ലേ? രണ്ടാമത്തെ വാദമാണ്. അവിടെയാണ് ജബ്ബാർ മൗലവി നമ്മളും തമ്മിലുള്ള തർക്കം. ഇനി എന്താ മാന്യ സഹോദരികൾ ഇതിൽ എഴുതിയറിയോ? കേട്ടോ, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഒരാൾ തപ്പിത്തടഞ്ഞു നീങ്ങുകയാണ്. അങ്ങനെ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്താൽ എന്നെ ഒന്ന് സഹായിക്കാമോ, എനിക്ക് വെളിച്ചം കാണിച്ചു തരാമോ? ആരുടെ ചോദിക്കണേ? ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അയാൾ ചോദിക്കണം, ജിന്ന് എനിക്ക് വെളിച്ചം കാണിച്ചു തരാമോ, എന്നെ ഒന്ന് സഹായിക്കാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്ത തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇത് ശിർക്കല്ലതാണ്. അതായത് രാത്രിയിൽ ഒരാൾ ഇതിലെ നടന്നു പോകണം, ഒറ്റക്ക്, ഇരുട്ടാണ്, കറണ്ടില്ല, ഒരു ശബ്ദം കേട്ടു, അപ്പൊ തന്നെ മൂപ്പര് വിചാരിക്കണം ജിന്നാന്ന് വിചാരിക്കണം. ജിന്നെ എന്നെ സഹായിക്കാമോ, എനിക്ക് വെളിച്ചം കാണിച്ചു തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അതിൽ അഭൗതികതയില്ല, അത് ശിർക്കുമല്ല എന്നാണ് ഇദ്ദേഹം എഴുതിയത്. മാന്യ സഹോദരങ്ങളെ, അത് ശിർക്കല്ലേ എഴുതിയത്? മാന്യ സഹോദരങ്ങളെ, അത് ശിർക്കല്ലേ? അത് ശിർക്കല്ല. അപ്പൊ സക്കരിയ സ്വലാഹിയെ പോലെയുള്ള ആളുകൾ ഒരു പുതിയ വിശ്വാസവുമായി കേരളത്തിൽ രംഗപ്രവേശനം ചെയ്ത് അങ്ങനെ മുജാഹിദികൾക്കിടയിൽ ശിർക്ക് കലർത്തി. എപ്പോഴുള്ളൂ ജിന്നിനോട് സഹായം ചോദിക്കുന്ന ശിർക്കാണ് പറഞ്ഞാൽ ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പർത്തങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ശിർക്കാണ്. അതിനെ നമ്മൾ ഒപ്പിട്ടത്. പിന്നെ ഭൗതിക സഹായം ചോദിച്ചാലോ അത് ഹറാമാണ്. വസീലത്ത് ശിർക്കാണ്, ശിർക്കല്ല. ഭൗതികമായ സഹായം തേടിയാൽ എന്തല്ല? ശിർക്കല്ല, ഹറാമാണ്. ഇവിടെ ഇതാ പൊളിഞ്ഞ് തകർന്നിരിക്കുകയാണ്. മറുപടിയാണ് അനസ് മുസ്ലിയാർ കൊടുത്തത്. അപ്പോൾ അത് ശിർക്കാവില്ലെന്ന് 10-15 പണ്ഡിതന്മാർ ഒന്നിച്ച് ചർച്ച നടത്തി. ആ ചർച്ചയിൽ തൻ്റെ വാദങ്ങളൊക്കെ അബ്ദുൽ ജബ്ബാർ മൗലവി അവതരിപ്പിച്ചു. അത് ശിർക്കാവുമെന്നുള്ള അഭിപ്രായം മൊത്തത്തിൽ അവിടെ ഉണ്ടായി. ചില ആൾക്കാർക്ക് അതൊന്നുകൂടി പഠിക്കണം, ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു. ശരി, 1 മാസത്തിനുള്ളിൽ ഇപ്പോൾ കഴിഞ്ഞ ഈ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ട് സമർപ്പിച്ച് പിറ്റത്തെ യോഗത്തിൽ അത് കൂടുതൽ ചർച്ച ചെയ്തു. അത് ശിർക്കാണ് എന്നൊരു തീരുമാനത്തിലെത്തി.
അത് കേരള ജമിയത്തുലമയുടെ സംസ്ഥാന സമിതിക്ക് റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ എക്സിക്യൂട്ടീവ് ചേർന്നു, ആ വിഷയം ചർച്ച നടത്തി, അത് ശിർക്കാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് ലേഖനം എഴുതാൻ പറഞ്ഞു, ലേഖനം എഴുതി സമർപ്പിച്ചു. ലേഖനം 5 അംഗങ്ങൾ പരിശോധിച്ചു. കേരള ജമിയത്തുലമയുടെ പ്രസിഡന്റും സെക്രട്ടറിയും, കേരള നദുവത്തുൽ മുജാഹിദിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും, കേരള ജമിയത്തുലമയുടെ ഫത്വ ബോർഡ് ചെയർമാനും 5 അംഗങ്ങൾ അത് പരിശോധിച്ചിട്ട് തീരുമാനമെടുത്തു, ഇത് ശിർക്കാണ്, ഈ മറ്റേ ലേഖനം ശരിയല്ല എന്ന് നിഗമനത്തിലെത്തി. പിന്നെയും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു, വീണ്ടും ചർച്ച ചെയ്തു. അങ്ങനെയൊക്കെ എടുത്ത തീരുമാനങ്ങളാണിത്. അല്ലാതെ ഒരു ദിവസം ഒരാൾ വിചാരിച്ചാൽ 3 ആളല്ല, ഞാൻ 30 ആൾ വിചാരിച്ചാലും ഒന്നും നടക്കൂല. ജമിയത്തുലമയിൽ KNM നടക്കൂല. അത് അങ്ങനത്തെ സംഘടനയല്ല, അതിൽ സ്വാർത്ഥമില്ല. അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി നടക്കുന്ന സംഘടന. അതിനുവേണ്ടി ഉമ്മത്തും എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സംഘടനയാണിത്. കേരള ജമിയത്തുൽ രൂപീകരിക്കുന്ന സമയത്ത് മുസ്ലിയാക്കന്മാർ സംശയം ചോദിച്ചാൽ എന്താ ദലീലുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ തെളിവ് EK മൗലവി അവറുകൾ ഓതിക്കൊടുത്ത ആയത്താണിത്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംഘടിക്കണം, പണ്ഡിതന്മാരായി നമ്മൾ സംഘടിച്ച് ഈ സമുദായത്തിൽ ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കണം. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തായിരിക്കണം നമ്മൾ. അത് പൂർവികന്മാരായ സ്വഹാബിമാർ കാണിച്ചെന്ന മാർഗമാണ്. അവർ ഖുർആനിനെ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചു, അവർ സുന്നത്തിനെ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചു. ആ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ്. ഖുർആന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന സമൂഹം, ആ സമൂഹത്തെ അതുപോലെ തന്നെ നിലനിർത്തുക. അതുകൊണ്ടാണ് കേരള ജമിയത്തുലമയുടെ പേരിൻ്റെ ബ്രാക്കറ്റിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ചേർത്തത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഒരിക്കലും ജിന്നിനോട് സഹായം തേടാൻ പറയില്ല. അങ്ങനെ സംഭവം തന്നെ ഉണ്ടാവില്ല. കാരണം അത് വിശുദ്ധ ഖുർആനെതിരല്ലേ. സൂറത്തുൽ ഫാത്തിഹയല്ലേ വിശുദ്ധ ഖുർആൻ്റെ ഉമ്മുൽ ഖുർആൻ. അതിൽ നമ്മൾ എപ്പോഴും പറഞ്ഞത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റഹ്മാൻ റഹീമുമായ റബ്ബിനെ പറഞ്ഞിട്ട് അള്ളാഹുവിനാണ് എല്ലാ നിലക്കും പരലോകത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ ഉടമയിലുള്ള ദിവസമാണത് എന്നൊക്കെ സമ്മതിച്ച് പറഞ്ഞിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു. ആ സഹായം തേടുന്ന അതേ സന്മാർഗത്തിൽ ഞങ്ങളെ നിലനിർത്തി തരണമേ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വല്ലദീന കഫറു വകദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ. നരകത്തേക്ക് പോകുന്നല്ലേ എൻ്റെ സംശയം. യാ മാശറൽ ജിന്നി, ജിന്നുകളെ വിളിച്ച് അല്ലാഹു തആല ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്, ഒരുപാട് മനുഷ്യന്മാരെ നിങ്ങൾ വഴിപഴിപ്പിച്ചല്ലോ എന്ന് ചോദിക്കുന്നല്ലേ. അള്ളാഹിൻ്റെ പ്രഖ്യാപനമല്ലേ. നിങ്ങൾ ഒരുപാട് മനുഷ്യന്മാരെ ജിന്നെ പേപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരെ കൂടുതൽ ഒരുപാട് ആൾക്കാരെ നിങ്ങൾ പേപ്പിച്ചു. മനുഷ്യൻ മറുപടി പറയുന്നത് സമ്മതിച്ചു. ഞങ്ങൾ ഞങ്ങൾ സൗകര്യപൂർവ്വം അങ്ങനെ ജീവിച്ചു. പിന്നെ ഞങ്ങൾക്ക് അജൽത്തലന, ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച മരണം വന്നു. പിന്നെ ഞങ്ങൾക്ക് നിവൃത്തിയില്ല, അതെടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കൂല. മരിക്കണ വരെ ഞങ്ങൾ എന്താ ചെയ്ത്? ഞങ്ങൾ ജിന്നിൻ്റെ കൂടെ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് അവർ പറയുമ്പോൾ ഞങ്ങൾ ജീവിച്ചു പോന്നു. ഞങ്ങൾ സുഖലോലുപന്മാരായി കഴിഞ്ഞു, അങ്ങും ഇങ്ങും സുഖമെടുത്ത് ജീവിച്ചു. ഭൗതിക ജീവിതത്തിൽ അങ്ങനെ ലയിച്ചു ചേർന്നു. അതെന്താ പറഞ്ഞത്? നിങ്ങൾക്ക് പുറത്തു തരാം, അങ്ങനെ ചെയ്തു പോയി, പാപങ്ങൾ അറിയാതെ ചെയ്തതാണല്ലേ. അല്ല, അതല്ല പറഞ്ഞത്. അന്നാറ് മസുവാക്കും, അതാ തീയ് അതിൽ കിടന്നോ, അന്നാറ് മസുവാക്കും, നരകത്ത് പൊയ്ക്കോ, അവിടെയാണ് നിങ്ങളുടെ താമസസ്ഥലം. മസുവ തന്നെ താമസസ്ഥലം. നിങ്ങളുടെ പാർപ്പിട അതാ ഹാരി ഇനപ്പിയ എന്നൊന്നും അവിടെ പോയി പാർത്തോ എന്നാ പറഞ്ഞ്. എന്നിട്ടിപ്പോൾ ഈ ആയത്തൊക്കെ ഓതിയിട്ട് ജിന്നിനോട് സഹായം നേടിയ ശിർക്കാവൂല എന്ന് പറഞ്ഞാൽ അപ്പം എന്തും പറയാന്നുള്ളൊരു അവസ്ഥ. അല്ല, മൂപ്പരോട് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ല, അങ്ങനെയാണെങ്കിൽ ഫൈസൽ മുസ്ലിയാർ അല്ലേ, അത് 100% ശരിയാണെന്ന്. ശരിയാണ്. അപ്പൊ ശരിയാണെന്ന് പറയുന്നുണ്ട്, ശരിയാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഏതാ ശരി? എല്ലാം ശരി, രണ്ടും ശരിയാണ്, എല്ലാം ശരിയാ. അപ്പൊ ഇതന്നെ ഇസ്ലാഹ് പറഞ്ഞത്. ജിന്നിനോട് തേടുന്നതും ശരി, ശിർക്കാണ്, ശരിയാണ്, ശിർക്കാണ് എന്ന് ശരിയാണ്. അപ്പൊ ശിർക്കല്ലെന്ന് പറഞ്ഞതാ അത് ശരിയാണെന്നല്ലേ പറഞ്ഞത്? അതും ശരിയാണ്, അത് വേറെ തെറ്റാണ്, ഈ തെറ്റല്ല. അപ്പൊ ശിർക്കല്ലെന്ന് പറഞ്ഞത് ശരിയാണ്, അത് വേറെയാണ്. നിങ്ങൾക്ക് മനസ്സിലായി? അതാ പറഞ്ഞു നിങ്ങൾ ലേഖനം ഫുള്ള് വായിച്ചിട്ടില്ല. ഏതാണ് ഇതിൽ ശരി? സഹോദരങ്ങൾ, ലേഖനം ഒന്ന് പോയി വായിക്കുക ആദ്യം. ആ ലേഖനം 100% ശരിയാണ്. ഏയ് സഹോദര,
ആ ലേഖനം 100% ശരിയാണ്, ഈ ആയത്ത് 100% ശരിയാണ്, ഇമാം ഖുർത്തുബി 100% ശരിയാണ്, വിശുദ്ധ മുഖേശ്വരൻ പറയുന്നത് 100% ശരിയാണ്, KN നമ്പർ 100% തെറ്റാണ്. അത്രേ ഉള്ളൂ അല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ എങ്ങനെ ഈ രൂപത്തിലായി മാറി? ഉപ്പ് എന്ന് പറഞ്ഞാൽ അത് കടയിൽ നമുക്ക് എത്രയും വാങ്ങാൻ കിട്ടും, പക്ഷെ ഉളുപ്പ് വാങ്ങാൻ കിട്ടുമോ? ഇല്ല. അത് ജന്മനാ കുറച്ച് ഉണ്ടാകല്ലേ വേണം. അത് നഷ്ടപ്പെട്ട എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഈ മുസ്ലിയാരെ ഇവിടെ കൊണ്ടുവന്ന് വസുവാസ് ഉണ്ടാക്കി മുജാഹിദികളെ ചേരിതിരിച്ച അർത്ഥവരുണ്ടെങ്കിൽ നിങ്ങൾ മൂലിയാരെ എപ്പം തന്നെ ഫോൺ ചെയ്ത് അറിയിക്കണം. ഡേറ്റ് ഉടനെ വാങ്ങിക്കോളി. കാരണം ഇപ്പം മണ്ഡലം തലത്തിലും ജില്ലാതലത്തിലും ബഹുജന സംഗമത്തിൽ മാത്രമേ മുപ്പര് ഡേറ്റ് കൊടുക്കുള്ളൂ. ഉണ്ടാവും പ്രസംഗങ്ങൾ കേൾപ്പിക്കേണ്ടത് വൈലക്സിന് മുപ്പര് കേൾക്കുന്നുണ്ടാവും, കൃത്യമായിട്ട് റെക്കോർഡും ചെയ്യുന്നുണ്ടാവും. എത്ര വട്ടം റെക്കോർഡ് ചെയ്തതാ? ഈ ഉള്ളവൻ തന്നെ എത്ര തവണ വെല്ലുവിളിച്ചതാ? എന്തേ വരാത്തത്? എന്നിട്ട് നിങ്ങളെ കൂടെ രാവും പകലും 2012 മുതൽ നിങ്ങളിന്നെ മാറ്റിയെടുത്ത കാലഘട്ടം വരെ KNM-നും മർക്കസ് സഭക്കാർക്കും സമസ്തക്കാർക്കും ഒക്കെ ഞാൻ മറുപടി പറയാനുണ്ടായിരുന്നല്ലോ. എന്റെ പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ടല്ലോ. ഓരോ പോസ്റ്ററുകളൊന്നും നോക്കി നിഷേധിക്കാൻ പറ്റുമോ ഈ ലഗ്നമായ യാഥാർത്ഥ്യം? ഇപ്പൊ എന്റെ പേര് പോലും നിങ്ങൾക്ക് പറയാൻ എന്താ ധൈര്യമില്ലാത്ത നേതാക്കന്മാർക്ക്? ഞാൻ പുറത്തുവിട്ട വിഷയം എത്ര ഗൗരവമുള്ള വിഷയമാണ്, എത്ര വലിയ സത്യസന്ധമായ വിഷയങ്ങളാണ്. അത് ആരോപണമാണെങ്കിൽ കളവാണെങ്കിൽ എന്നെ ജയിലിലടക്കാൻ ഞാൻ പറഞ്ഞല്ലോ, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞല്ലോ, മീഡിയകളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. എന്തേ കൊണ്ടുവരാത്തത്? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നേതാക്കന്മാർക്കറിയാം. സാഹിത്യരംഗാളി ഞങ്ങളുടെ വീടുകളിൽ ചികിത്സിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ അപകടകരമായ ചികിത്സകൾ നടന്നിട്ടുണ്ട്. അനിസ്ലാമിക ചികിത്സയാണെന്ന് സാഹിത്യരംഗാളി വിളിച്ചു പറയുന്നത് വരെ നിങ്ങൾ അതിലാരും ഖുറാഫാത്താന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മളൊക്കെ സുന്നത്തിൽപ്പെട്ട രീതിയാണെന്ന് വിശ്വസിച്ച്. പക്ഷെ ഇത് മുഴുവനും ഇറക്കുമതി ചെയ്ത പിഴച്ച ആദർശമായിരുന്നു സലഫിയത്തിന്റെ മറവിൽ നിങ്ങൾ കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ ഒരു തരം സലഫിസമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തിയത് അൽഹംദുലില്ലാഹ് ഞാനാണെന്നാണ് തോഫിക്കൊണ്ട്. അനസ്വലിയും കായക്കുടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴൊന്നും അത് ഓലല്ലേ എന്ന് തട്ടിക്കളഞ്ഞു. അപ്പൊ ഞാൻ ഈ വിഷയം പറഞ്ഞ് ഇതിനകത്ത് ഈ വിഷയമാണ് പുറത്തേക്ക് വിട്ടപ്പോ എല്ലാം ആളത്തിൽ ഒളിച്ചില്ലേ. MT വിഷൻ ആരിഫ് എന്ന് പറയുന്ന ഈ വിഷയത്തിന്റെ സൈബർ പോരാളികളായ നിങ്ങളെ പോലത്തെ ആൾക്കാർ തുണ്ടങ്ങൾ ഇപ്പം മുറിച്ച് എനിക്കെതിരെ ഞഞ്ഞാമിഞ്ഞം പറയല്ലാതെ നിങ്ങളെ നേതാക്കന്മാരിന്റെ പേര് പറയേണ്ട എവിടെയെങ്കിലും ഞാൻ പറഞ്ഞ വിഷയത്തിനെ തൊടാൻ കഴിയുണ്ടോ? ഇല്ല. എന്ത്? നിങ്ങൾക്കറിയാം ഇത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. ഈ വിഷയം പുറത്തു പറഞ്ഞാൽ കൂടുതൽ നാറും. അവസാന നിയമത്തിന് മുമ്പിൽ വന്നാൽ സൈബർ സെല്ല് പരിശോധിച്ചാൽ എല്ലാവരും ഉള്ളിൽ പോണ്ടി വരും. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു നമുക്കൊരു നിയമ പോരാട്ടത്തിൽ നിന്ന് ഇറങ്ങുക, സംഭവത്തിന് ഇറങ്ങുക. നിങ്ങൾ വരി. എന്തെങ്കിലും നേതാക്കന്മാർ പ്രതികരിക്കാത്ത, പണ്ഡിതന്മാർ പ്രതികരിക്കാത്ത, ഒരു പ്രഭാഷകൻ പോലും എന്റെ പേരെന്താ പറയാത്തെ? നിങ്ങൾക്ക് പേടിയാണ്. തുർമന്ത്രവാദി എന്നല്ലാതെ സാഹിത്യരംഗാളി എന്നൊരു പേര് പറയാൻ ധൈര്യമില്ല. എന്താ കാരണം? മന്ത്രവാദികളെ പലരും പേടിക്കും. മറിഞ്ഞ വഴിയിലൂടെ ഉപദ്രവം കിട്ടുമെന്ന് പേടിക്കണോണ്ടാണല്ലോ അങ്ങനത്തെ ആൾക്കാരായിട്ട് ഏറ്റുമുട്ടാൻ സുന്നിയാക്കൊക്കെ പേടി. ആ വിശ്വാസത്തിൽ എത്തി നിങ്ങൾക്കും പേടിയൊന്നുമല്ല, ഇന്ത്യക്കൊന്നും അല്ല. തിരിച്ചു വല്ല പണിയും കിട്ടുമോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വല്ല പണിയും തരുമോ? ആ പണിക്ക് ഞാൻ നിർത്തിയിരുന്നു. ആ വക പണിയൊന്നും ഇപ്പം ഇല്ല. നിങ്ങൾ പേടിക്കേണ്ട. എന്റെ മുമ്പ് നിങ്ങളുടെ നേതാക്കന്മാരെ കൊണ്ടുപോയി ആശയ സമ്മാനം നടത്തി നമുക്ക്. നിങ്ങൾ നേതാക്കന്മാരെ കൊണ്ടുപോയി നിങ്ങളെ യൂട്യൂബിലെ സൈബർ പോരാളികൾ ഇറങ്ങിയിട്ട് ഓലപ്പാമ്പ് കാണിച്ചാൽ അതിനൊന്നും മറുപടി പറയേണ്ടടുത്തേ പറയുള്ളൂ. മറുപടിക്ക് സമ്പാദത്തിന് ഞാൻ നിങ്ങൾ നേതാക്കന്മാർ വരട്ടെ, അപ്പോൾ സെൽഫി വരട്ടെ. PN അബ്ദുൽ ലത്തീഫ് മദീനി വരട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്ക് പോലും അടിച്ചിറക്കൽ ചികിത്സ അവിടെ പോയി പുളിക്കൽ പോയി ചെയ്തതും ഈ പള്ളിയിൽ ബാലുശ്ശേരി പണ്ട് തന്നെ ഈ പള്ളിയിൽ ചെയ്തതും ഉണ്ട്. അപ്പൊ മന്ത്രവാദി എന്ന് പറഞ്ഞ് 2010-20 പുറത്താക്കുക. സാഹിത്യരംഗാളി മന്ത്രവാദിയാണ്, കശു ചികിത്സ നടത്തുന്നുണ്ട്, അവനെ പരിപാടിക്ക് വിളിക്കരുത് എന്ന് ഒരു ഭാഗത്ത് പറയാം. എന്നിട്ട് അതേ ആൾക്കാർ തന്നെ ലക്ഷക്കണക്കിന് പൈസ നിന്ന് പള്ളിയിലാക്കിക്കുക. എന്നിട്ട് അവിടെ ചികിത്സ നടത്തിയിട്ട് നിങ്ങളെ കത്തിമാരും മെമ്പർമാരൊക്കെ ഇവിടെ വരിക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ചികിത്സിക്കുക. എല്ലാവരും വീഡിയോന്റെ കയ്യിലില്ലേ? ഒരൊറ്റൊന്നിനും ഉണ്ടാൻ പറ്റുമോ? രേഖകൾ പുറത്തു വരുന്ന നിങ്ങൾക്ക് അറിയാം. അതല്ലേ പേടി. അതുകൊണ്ടല്ലേ നിങ്ങൾ നേതാക്കന്മാരും ഉണ്ടാത്തേ? ബാലുശ്ശേരി കേസ് കൊടുക്കുന്നവർ ഇറങ്ങിയല്ലേ? എന്റെ ബാലുശ്ശേരി ഇപ്പം മഗ്ഗും ക്യാമ്പ് വെള്ളത്ത് പോയമാതിരി മുങ്ങിപ്പോയത്? എന്റെ മോനക്ക് ആർച്ചവ അവിടെ പോയി 60 അമ്പലങ്ങളിൽ പ്രസംഗിച്ച ബാലുശ്ശേരിന്റെ വീട്ടില് ഹാരിസ് കാക്കോന്റെ കയറപ്പോട് കൂടി ഞാനും ഈ ഇഷ്ടത്തിന്റെ വനിതാബിൽപ്പെട്ട ആശ്രായിത്താൻ എന്ന് പറഞ്ഞ ചികിത്സാരിയും പോയി ചികിത്സിച്ച വിഷയം ഞാൻ രേഖാമനം പുറത്തു വിട്ടില്ലേ? അവിടുത്തെ കൂക്കുമ്പിളി ഞാൻ പുറത്തു വിട്ടില്ലേ? എന്റെ ഒരു അക്ഷരം ഉണ്ടാത്തേ? ധൈര്യമില്ല മക്കളെ നിങ്ങൾക്ക്. അതുകൊണ്ട് എന്നോട് ഇങ്ങനെ PM-ൽ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒലപ്പാമ്പ് കളിച്ചിട്ട് കാര്യമില്ല. എന്റെ മുമ്പിൽ ഒന്ന് ധൈര്യസമേതം നിന്നിട്ട് സംസാരിക്കാൻ ഒരൊറ്റ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ധൈര്യം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അതിന്റെ അഹംഭാവമല്ല, എന്റെ കയ്യിൽ ആദർശത്തിന്റെ ക്വാളിറ്റിയാണ്. ഞാൻ എന്റെ ഡാർക്ക് ഏജിൽ ജാഹിലിയത്തിൽ നിങ്ങളെ കൂടെ നിന്ന് ചെയ്തത് കൃത്യമായി നിങ്ങൾ അറിവോട് കൂടി എന്നത് ബോധ്യം നിങ്ങൾക്കൊണ്ട് എനിക്കുണ്ട്. അതുകൊണ്ട് യുസബ്ബിത്തുല്ലാഹുല്ലദീന ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. യഥാർത്ഥ മുവഹിദീങ്ങളെ സ്വസ്ഥമായ വാക്കുകൊണ്ട് അല്ലാഹു പതറാതെ ഈ ലോകത്തും മലക്കുകളെ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന ആ സമയത്തും പതറാതെ മറുപടി പറയാൻ അള്ളാഹു സുസ്ഥമായ വാക്കുകൊണ്ട് അവരെ പിടിച്ചുത്തുന്ന ആയത്തിലുണ്ട്. അതാണ് നിന്റെ ധൈര്യം. എനിക്കൊരു ബബ്ബയില്ലല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടർച്ചയില്ലല്ലോ. എന്തുകൊണ്ട്? ഞാൻ ഇത് കാണാപ്പാടം പഠിപ്പിച്ചത് കേന്ദ്രമാർ പഠിപ്പിച്ചിട്ടല്ല. എന്റെ ജീവിതത്തിന്റെ പച്ച അനുഭവം അത് ഓരോന്നും ബൈഹാർട്ടായി എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ മുഴുവനും വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിച്ച് ഒരൊറ്റൊന്നും തൊടാൻ വേണ്ടി ധൈര്യമില്ല. അതുകൊണ്ട് നീ എന്ത് ഒലപ്പാമ്പായിട്ട് കിടന്ന് വന്നിട്ട് കാര്യമില്ല. ജിന്നുകളോട് പിശാചുക്കളോട് സഹായം തേടുന്നതിൽ ശിർക്കാകാത്തൊരു ഇനമുണ്ട് എന്ന് ഖിയാമത്ത് നാൾ വരെ ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. സ്വഹാബത്തിന്റെ അസറോട് തെളിയിക്കാൻ പറ്റില്ല. ലോകശമന പ്രാർത്ഥന എന്ന് ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തായ കർമ്മത്തിന് മറവിൽ നിങ്ങൾ ചെയ്ത ഈ മർദ്ദനമുറ എന്ന് പറയുന്ന ചികിത്സാ രീതി, ഇത് സുന്നത്ത് കൊണ്ട് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല.
ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വരാൻ നിങ്ങൾ പണ്ഡിതന്മാരെ കൊണ്ടുപോവാ ഇൻഷാ അല്ലാഹ്. എന്തേ വരാത്തത്? അപ്പൊ റെഡിമെയ്ഡ് പ്രസംഗങ്ങൾ കാച്ചി പോയാ പോരാ, ഇതിനൊക്കെ 1 by 1 ആയിട്ട് ന്യായീകരിക്കാൻ നിങ്ങൾക്ക് തൊലിക്കെട്ടുണ്ടല്ലോ. നിങ്ങൾ വന്നത് ന്യായീകരിക്കി, നമ്മളൊന്ന് കാണട്ടെ. അപ്പൊ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നിങ്ങൾ കേരളക്കരയിലുടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. യഥാർത്ഥത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന മേഖല പോലും ഒരു വേള തടസ്സപ്പെട്ടുപോയി അല്ലേ? തൗഹീദ് അചഞ്ചലം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ശിർക്ക് എടുക്കാനും വിരിക്കാനും പുതക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഖുബൂരി മുസ്ലിയാക്കന്മാര്, ഹോൾസെയിൽ റീറ്റെയിൽ ആയിട്ട് അത് വിൽക്കുന്ന മുസ്ലിയാക്കന്മാര് തൗഹീദിന്റെ വലിയ മേലാളന്മാരായി സുന്നത്ത് ജമാഅത്തിന്റെ കുപ്പായി ഇട്ടുമ്പോ രംഗത്ത് വന്നിരിക്കുക. ഭൗതികമായ നിലക്ക് സഹായം ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിലും ശിർക്കാ, ജിന്നിനോട് ചോദിച്ചാലും ശിർക്കാ, അത് മലക്കിനോട് ചോദിച്ചാലും ശിർക്കാ. ഇങ്ങനെയായിരുന്നു ഇതുവരെ നിങ്ങൾ പറഞ്ഞത്. കാരണം ജിന്ന് അദൃശ്യമാണ്, ജിന്ന് അഭൗതികമാണ്, അതുകൊണ്ട് ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാണെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് താമരശ്ശേരി ചുരത്തിന്റെ 6ാമത്തെ വളവെന്ന് പിന്നെ ബസിന്റെ ബ്രേക്ക് പൊട്ടി അള്ളാനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് ഇതുവരെ കുഞ്ഞീത് മദനി പറഞ്ഞത്. പാവം കുഞ്ഞീത് മദനി മരിച്ചു പോയപ്പോ നിങ്ങൾ വാദം മാറ്റി. നിങ്ങൾ പറഞ്ഞു ഏത് 6ാമത്തെ വളവെന്ന് ബസിന്റെ ബ്രേക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോ സൃഷ്ടികളുടെ കയ്യിന്റെ അപ്പുറത്തുള്ളതാണ് ചോദിക്കുന്നത് ശിർക്കാവുള്ളൂ. അപ്പൊ ജിന്നുകളുടെ കയ്യിൽ പെട്ടത് ചോദിച്ചാലോ പ്രശ്നമല്ല എന്നിടത്ത് നിങ്ങൾ എത്തിയത് കൊണ്ടാണ് അനീഫ കായക്കൊടി ഇല്ലാത്ത ഒരു സംവാദ വ്യവസ്ഥയോടെ എഴുതേണ്ടി വന്നത്. നിങ്ങളെയും അവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എന്താണ്? അദൃശ്യം എന്നതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അതിൽ ജിന്ന് പെടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൗഹീദ് പൊളിയുമെന്ന്. നിങ്ങൾക്ക് ധൈര്യം എഴുതി മുജാഹിദികൾ തൗഹീദൊന്നും പഠിക്കട്ടെ, എന്നിട്ട് നമ്മളെ തൗഹീദിലേക്ക് വരാം. പിന്നെ അത് ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം അത് ശിർക്കല്ല, യാ ഇബാദല്ലാഹ് എന്ന് ശിർക്കല്ല എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും മുഖ്യമായ കാരണം, ഇപ്പോഴും ബാലുശ്ശേരിയൊക്കെ തൊള്ളകീറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഇമാമിങ്ങൾ ചെയ്തു ശിർക്ക് ചെയ്തു എന്ന് വരും. ആ യാ ഇബാദല്ലാഹ് എന്ന് ശിർക്കാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇമാമിങ്ങൾ ചെയ്തത് ശിർക്കാണെന്ന് പറയാൻ നമ്മളെ കിട്ടുകയില്ല എന്നാണ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. 2012 ഒരു തൗഹീദ്, 2013 വേറെ തൗഹീദ്. എവിടുന്നാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, എന്താ നിങ്ങൾ എഴുതാത്തതാ വാദം? നിങ്ങളുടെ വാദത്തിന് ഞങ്ങൾ ഗണ്ണിച്ചു, എന്തേ ഞങ്ങളെ വാദത്തിന് നിങ്ങൾ ഗണ്ണിക്കാത്തത്? നിങ്ങള് ഒരു വേണത് ഇത് ഞങ്ങൾക്കൊരു വാദം നിങ്ങൾക്കൊരു വാദം രണ്ടും അംഗീകരിക്കുമ്പോഴല്ലേ ഇത് വാദപ്രതിവാദമാകുക? നിങ്ങൾ പറഞ്ഞു യാ ഇബാദല്ലയിൽ മഹാന്മാര് പെടൂല, ഞങ്ങൾ എഴുതിപ്പെടും. ഇതേപോലെ യാ ഇബാദല്ലയിൽ ശിർക്കില്ലെന്ന് പറഞ്ഞതോടെ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു. എഴുതാൻ തന്റെ ഇടമുള്ള സക്കരിയാക്കളുണ്ടോ? ഉണ്ടെങ്കിൽ എഴുത്. ആൺകുട്ടികളാണെങ്കിൽ എഴുത്, ഇല്ലെങ്കിൽ നാളെ മുജാഹിദ് കേരളം നിങ്ങളെ കൈകാര്യം ചെയ്യും. നിങ്ങളോടാ ചോദിച്ചത്. സക്കരിയ ഇതാ 2 പുസ്തകവും ഞങ്ങൾ എടുത്തു. അബ്ദുൽ ഹക്ക് സുല്ലമിയുടെ പുസ്തകം എടുത്തു, അൽമനാർ. അതുപോലെ തന്നെ നിങ്ങളെ ഇസ്ലാഹം എടുത്തു. ഇത് രണ്ടും പറയുന്നത് പരസ്പര വിരുദ്ധമാണ്. പിന്നെ ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി പറഞ്ഞു ജിന്നുവിടോ മലക്ക് പെടോ മനുഷ്യൻ പെടോ പറയണം നിങ്ങൾ സമൂഹത്തോട്. ജിന്ന് പെടുമോ മലക്ക് പെടുമോ? പക്ഷേ ഇവിടെ നിലപാട് മാറ്റാത്ത അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അചഞ്ചലമായ ആദർശം കൊണ്ട് നടക്കുന്ന ഭൗതിക താല്പര്യത്തിന് വേണ്ടി ഒരിക്കലും തന്നെ ഈ കോക്കസിന്റെ ഒരു ചതിക്കുഴിയിലും വീഴാത്ത നൂറുകണക്കിന് പണ്ഡിതന്മാരും എഴുത്തുകാരും അവരെ പ്രമാണത്തിന്റെ പിൻബലത്തിൽ സ്നേഹിക്കുന്ന 10,000-കണക്കിന് മുജാഹിദുകളും ഇവിടെ ഉണ്ട് എന്ന് മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കിക്കോളി. അതുകൊണ്ട് തന്നെ നിങ്ങള് തൗഹീദ് ക്യാമ്പയിനുമായി നിങ്ങൾ ഇറങ്ങിയിട്ട് അതൊന്നും നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിന്റെ നാമാവശേഷം ഇതൊന്ന് നശിച്ചു കിട്ടിയെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇത് ലാ തദാലു ത്വായിഫതൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി ഹത്താ യഅതി അംറുല്ലാഹ്. അന്ത്യനാൾ വരെ ഹക്കിന്റെ മാർഗത്തിൽ ജ്വലിച്ചുകൊണ്ട് ഒരു സംഘം ഇവിടെ മുന്നോട്ട് പോകും. അതാണ് നിർഭയത്വത്തോടുകൂടി എണ്ണനഭയമില്ലാതെ പറയുന്നു. അൽഹംദുലില്ലാഹ്, ആ ഒരു തൗഫീഖ് അല്ലാഹു തആല കേരളത്തിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് വ്യക്തമായി പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം കടന്നു വന്നത് അപരിചിതാവസ്ഥയിലാണ്, ഒരാൾക്കും പരിചയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മില്ലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാതയുമായി തൗഹീദിലും കൃത്യമായ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അല്ലാഹുവിന്റെ വഹീനാൽ ദഅവത്തുമായി ആ
ആ മണ്ണിലേക്ക് പ്രവേശിക്കുമ്പോൾ 39 വയസ്സ് വരെ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലമീനെന്നും അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ താത്വികമായി പരിഹാരം നൽകുന്ന മാന്യനെന്നും വിശേഷിപ്പിക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് റബ്ബിങ്കൽ നിന്ന് വഹി ലഭിച്ചിട്ടുണ്ട്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കറകളഞ്ഞ വിശ്വാസം അങ്ങോട്ട് പ്രഖ്യാപിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ ആ സമുദായം ഒരു പുത്തൻവാദിയായി കണ്ടു, നോക്കുകുത്തിയെ പോലെ കണ്ടു, ഒരു അപരിചനെ പോലെ കണ്ടു. ആക്ഷേപങ്ങളുടെ ക്രൂരമ്പുകൾ സഹോദരങ്ങളെ വാക്കുകളിലൂടെ, കവിതകളിലൂടെ, ശാരീരിക പ്രയോഗങ്ങളിലൂടെ അല്ലാഹുവിന്റെ ഹബീബിന് നേരെ അത് കടന്നു വരികയാണ്. അങ്ങനെ നീണ്ട 13.5 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ആദർശം നെഞ്ചിലേറ്റിയ വളരെ ശക്തി കുറഞ്ഞ, സാമ്പത്തിക ശേഷി കുറഞ്ഞ, തറവാടിത്തമില്ലാത്ത അനവധി നിസ്വാർത്ഥരായ ആ പ്രബോധകന്മാരും പീഡനങ്ങൾ അനുഭവിച്ചു. അവരിൽ നിന്ന് അനവധി മർദ്ദനങ്ങൾ അവർ ഏറ്റുവാങ്ങി. പക്ഷേ അല്ലാഹു തആലയുടെ അലംഘനീയമായ വിധിപ്രകാരം ഇനി ലോകത്ത് ഒരു പ്രവാചകൻ വരേണ്ടതില്ലാത്ത വിധം, ഒരു വേദഗ്രന്ഥം ഇറങ്ങേണ്ടതില്ലാത്ത വിധം ലോകമാനവതക്ക് ഖിയാമത്ത് നാൾ വരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ എന്താണോ ആ കൃത്യമായ പാത അത് ഉൾക്കൊള്ളുവാൻ, ആ സരളമായ ആ സൽപാതയിലൂടെ നീങ്ങുവാൻ ആവശ്യമായ രൂപത്തിൽ പടച്ച തമ്പുരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ മഹത്തായ ദീനുൽ ഇസ്ലാം പൂർത്തീകരിച്ചു. അങ്ങനെ 23 വർഷക്കാലം കൊണ്ട് പടർന്ന് പന്തലിച്ചു പുഷ്പിച്ചു കായിച്ചു. എങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇസ്ലാം മക്കയിലും മദീനയിലും പരിപൂർണമായി എത്തുകയും അവിടെ നാട്ടിവെച്ച കല്ലുകളും കെട്ടിയുയർത്തപ്പെട്ട ഖബറുകളും അതുപോലെ തന്നെ റബ്ബിന് പുറമേ അഭൗതികമായ രീതിയിൽ അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകൾ, ആ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് അവർ നേർച്ച നേർന്നിരുന്ന മരങ്ങളും എല്ലാം അടിച്ചു നിരപ്പാക്കപ്പെട്ടു. അങ്ങനെ ഇസ്ലാമിന്റെ മഹത്തായ ആ കൃത്യമായ വിശ്വാസങ്ങൾ, കർമാനുഷ്ഠാനങ്ങൾ അത് നെഞ്ചിലേറ്റുന്ന മണ്ണായി മക്കായും മദീനായും മാറിയ നയനാനന്ദകരമായ കാഴ്ച കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മടങ്ങുന്ന സമയത്ത് ഹദീസിന്റെ ബാക്കി ഭാഗം അത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബദഅൽ ഇസ്ലാം ഗരീബ, ഇസ്ലാം കടന്നു വന്നത് ഒരു അപരിതാവസ്ഥയിലാണെങ്കിൽ വസയഊദു കമാ ബദാ, അതുപോലെ തന്നെ ഒരു റിവേഴ്സ് ഗിയറിലേക്ക് അത് മടങ്ങുന്നതാണ്. റിവേഴ്സ് ഗിയറിലേക്ക് മടക്കപ്പെടും, വീണ്ടും ഒരു അപരിതാവസ്ഥ കടന്നു വരും. ആ കാലഘട്ടത്തില് സഹോദരങ്ങളെ, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആ ആദർശം നെഞ്ചിലേറ്റി പ്രബോധനം ചെയ്ത ആളുകൾ അനുഭവിച്ച പോലെ ഒരു വിഭാഗം ഉറബാഹികൾ അവർ അപരിതാവസ്ഥയിലായിരിക്കും. അവർ സമൂഹത്തിൽ നിന്ന് ഇതുപോലെയുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും മർദ്ദനങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങും. ആരാണ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഫതൂബാ ലിൽ ഉറബാ, ആ അപരിതരായ ആ ആളുകൾക്ക് ഞാൻ ആ സ്വർഗത്തിന്റെ തൂബ എന്ന കവാടം കൊണ്ട് വെൽക്കം നേരുകയാണ്. ആരാണവര്? വൃത്തികെട്ട ധാരാളം ആളുകൾക്കിടയിൽ ഒരു ന്യൂനപക്ഷമായിരിക്കും. അഥവാ കറകളഞ്ഞ വിശ്വാസം, കൃത്യമായ പ്രവാചകന്റെ സുന്നത്തുകൾ അനുധാവനം ചെയ്യുന്ന സലഫിൻകളുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ കൊണ്ടുപോകുന്ന, സമൂഹത്തിന് മാതൃക കാണിക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള ഒരു ന്യൂനപക്ഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഭൂരിപക്ഷം ആളുകളും മരീമസപ്പെടുമ്പോൾ അവിടെ സഹോദരങ്ങളെ ഒരു ന്യൂനപക്ഷം ആളുകൾ ഉണ്ടാകും. ആ ആളുകളുടെ ഡ്യൂട്ടി എന്താണ്? എന്റെ കാലശേഷം എന്റെ സുന്നത്തുകൾ കേടുവരുമ്പോൾ ഇസ്ലാഹ് നടത്തുന്ന ആളുകളായിരിക്കും അവർ എന്ന്. അപ്പോൾ 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഹബീബിലൂടെ കൃത്യമായി പ്രവചനം നൽകപ്പെട്ട കാര്യം, അറിയിക്കപ്പെട്ട കാര്യം ഇന്ന് കേരളക്കരയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ആനന്ദവും ആവേശവും ആത്മാർത്ഥതയും പകർന്നു നൽകുകയാണ്. കാരണം എന്താ? ഇന്ന് സമൂഹത്തിന്റെ രോഗം മനസ്സിലാക്കി ചികിത്സിക്കുവാൻ യഥാർത്ഥത്തിൽ സലഫിന്റെ പാത പിൻപറ്റുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു സംഘം ആദർശ പ്രബോധനം, ഒരു സംഘം ആദർശബോധമുള്ള ആളുകൾക്കല്ലാതെ, നേതാക്കന്മാർക്കല്ലാതെ, പണ്ഡിതവര്യന്മാർക്കല്ലാതെ ആർക്ക് സാധിക്കും? ഇന്ന് യഥാർത്ഥത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിൽ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും, ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളിൽ നിന്നും
പൗരോഹിത്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന്, അവർ സമൂഹത്തിൽ മെനഞ്ഞുണ്ടാക്കിയ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ഈ ഖുർആനിന്റെ സുന്നത്തിന്റെ സലഫ് സ്വാലികൾ മനസ്സിലാക്കിയ ലളിതമായ മാർഗത്തിലൂടെ കടന്നു വരികയും അത് നെഞ്ചിലേറ്റുകയും ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിൽ അതിനെ പരമാവധി പ്രാവർത്തികമാക്കി സമൂഹത്തിന് മാതൃകയുള്ള ഒരു സലഫി കുടുംബമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഉജ്ജ്വലമായ ഒരു കാലഘട്ടത്തിൽ ഇന്ന് യഥാർത്ഥത്തിൽ നാം ഏറ്റുവാങ്ങുന്ന അപമാനകരമായ അന്തരീക്ഷം എന്താണ്? യഥാർത്ഥത്തിൽ മടപൂരികൾക്കും അതുപോലെ തന്നെ കുബൂരികളിലെ സമസ്ത APEK അതുപോലെ സംസ്ഥാന ദക്ഷിണ തുടങ്ങിയ അവാന്തര വിഭാഗങ്ങൾക്കും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾക്കും അതുപോലെ സോൾഡാറ്റിക്കാർക്കും അതുപോലെ പിന്നെ NDF-കാർക്കും തബ്ലീഗ് ജമാഅത്തേക്കാർക്കും തുടങ്ങി ഇസ്ലാമിന് അകത്തുനിന്ന് കൃത്യമായി കൊണ്ട് തന്നെ ഈ റൂട്ടിൽ നിന്ന് മാനവകുലത്തെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന എല്ലാ പ്രസ്ഥാനക്കാർക്കും ഒരു കളിപ്പാവ പോലെ കളിപ്പിക്കുവാനും പരിഹസിക്കുവാനും ഒരു കളിപ്പന്ത് പോലെ തട്ടിക്കളിക്കുവാനും സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തെ യഥാർത്ഥത്തിൽ പണയം വെച്ചു കൊടുത്തവരാരാണ്? ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ അത്തരത്തില് ഈ നിന്ദിക്കുവാനുള്ള ഒരു നിന്ദ്യമായ അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കി കൊടുത്ത ആളുകൾ ആരാണ്? അവർക്ക് നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ എത്രമാത്രം വലിയ ശിക്ഷയായിരിക്കും തൗബ ചെയ്യാതെ മടങ്ങിപ്പോയാൽ ഏറ്റുവാങ്ങാനുണ്ടായിരിക്കുക എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പടച്ചു തമ്പുരാൻ സമാപനമായി സഹോദരങ്ങളെ അമ്പിയാക്കളുടെ ആ ദൗത്യങ്ങൾ പരിപൂർണമായും അല്ലാഹു തആല അവരിലേക്ക് നൽകിക്കൊണ്ടിരുന്നപ്പോൾ അതിന്റെ എല്ലാ പരിസമാപ്തി കുറിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നൽകിയിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമടങ്ങുന്ന ഇസ്ലാമിന്റെ തൗഹീദ് ആണിക്കല്ല്, ആ ആണിക്കല്ല് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്നോളം വരെയുള്ള അമ്പിയാക്കന്മാർ ഏറ്റുവാങ്ങിയതാണ്. ആ അമ്പിയാക്കന്മാരിൽ നിന്ന് ആ പാത സ്വീകരിച്ചിട്ടുള്ള ആ പ്രബോധകന്മാര് അണികൾ ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ തൗഹീദ് കൃത്യമായി ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകളാണ് സ്വഹാബത്ത്, താബീകൾ, തബഅ താബീകൾ. അതുപോലെ തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സ്വാത്വികന്മാരായ നേതാക്കന്മാർ. അവരിലൂടെയാണ് കേരളക്കരയില് ആ സരളമായ തൗഹീദ് വളച്ചുകെട്ടില്ലാതെ യാതൊരു തരത്തിലും കൂട്ടിച്ചേർക്കാതെ ഉള്ളതുപോലെ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും തന്നെ തൗഹീദിൽ യാതൊരു തരത്തിലുള്ള അഴിച്ചുപണികളും നടത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം വരെ ശിർക്ക് തന്നെയാണെങ്കിൽ അത് ഇലാ യൗമിൽ ഖിയാമ വരെ ശിർക്ക് തന്നെയാണ്. അന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ തൗഹീദാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും തൗഹീദ് തന്നെയാണ്. അത് ഇലാ യൗമിൽ ഖിയാമ വരെയും തൗഹീദ് തന്നെയാണ്. ആ പാതയിലൂടെ കൃത്യമായി സലഫ് സ്വാലികളെ അവലംബമാക്കി നീങ്ങുന്ന മുജാഹിദ് പ്രസ്ഥാനം അഥവാ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഈ കൃത്യമായ മൻഹജനുസരിച്ച് മുന്നോട്ട് പോകുന്ന സലഫ് സ്വാലികൾക്ക് ഒരിക്കലും തന്നെ അതിൽ ഒരു മാറ്റം വരുത്തേണ്ടതില്ല. അന്നും നമ്മൾ ഖുർആൻ കൊണ്ട് കൃത്യമായി സ്വഹീഹായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ള വചനങ്ങൾ കൊണ്ട് അതിനെ മനസ്സിലാക്കിയ സ്വഹാബത്ത് എങ്ങനെയാണോ അതിനെ ഉൾക്കൊണ്ടത് ആ രൂപത്തില് അവരിലൂടെ താബികൾ അത് നൽകി പോകുന്ന പാതയിലൂടെ നമ്മൾ കൃത്യമായി അത് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ നമുക്കറിയാം കഴിഞ്ഞ 80 കൊല്ലങ്ങളിൽ ഇല്ലാത്ത വമ്പിച്ച മാറ്റമാണ് സത്യത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തും പുറത്തും ഉണ്ടായിട്ടുള്ളത്. അത് യഥാർത്ഥത്തില് ശത്രുക്കൾ പോലും സമ്മതിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ചങ്ങരംകുളത്ത് ഏറ്റവും നീളം കൂടിയ കേരളത്തില് പന്തൽ എന്ന് അവിടെ പങ്കെടുത്ത രാഷ്ട്രീയ പ്രമാണിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക നേതാക്കന്മാരും പറയേണ്ടി വന്നു. മാത്രമല്ല, കേരളത്തിൽ ഇത്രമാത്രം വിപ്ലവം സൃഷ്ടിച്ച നവോത്ഥാന രംഗത്തൊന്ന് മാത്രമല്ല ആത്മീയ രംഗത്തും എല്ലാ മേഖലയിലും വമ്പിച്ച മാറ്റത്തിന് തിരികൊളുത്തിയ ഒരു കാലഘട്ടം ഇസ്ലാഹി കേരളത്തിൽ കഴിഞ്ഞുപോയിട്ടില്ല എന്ന് കാര്യങ്ങൾ പഠിച്ചവർ വിലയിരുത്തിപ്പോന്നു എങ്കിൽ അത്തരത്തിലുള്ള ആനന്ദദായകമായ ഒരു മുഹൂർത്തത്തിലൂടെ നെഞ്ചിലേറ്റിയ ആദർശത്തെ ശത്രുക്കൾക്ക് കടിച്ചു കീറുവാൻ വിട്ടുകൊടുത്തിട്ടുള്ള സഹോദരങ്ങളെ അത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത് ഉൾക്കൊള്ളുവാനും അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തില്
ആദർശത്തിന് വേണ്ടി തൂലികയുന്തി ആദർശത്തിന് വേണ്ടി കൃത്യമായി സഹോദരങ്ങളെ പ്രസംഗിച്ച് ഖുർആനും സുന്നത്തും സലഫ് സ്വാലികളുടെ മാർഗത്തിലൂടെ ഉൾക്കൊള്ളണമെന്ന് പഠിപ്പിച്ച് അതനുസരിച്ച് പരമാവധി ജീവിതത്തെ ധന്യമാക്കി ഡോക്ടർ കെ സക്കരിയ സ്വലാഹി ആ വ്യക്തിയെ അവലംബമാക്കിക്കൊണ്ട് അതിലൂടെ ഒരു ഹിഡൻ അജണ്ട പാസാക്കി യഥാർത്ഥത്തിൽ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിനകത്ത് തന്നെ ചാരപ്പണി നടത്തിയ ഒരു സംഘം അവരാണ് ഇതിന്റെ മർമ്മപ്രധാനമായ പ്രശ്നക്കാർ എന്ന് വ്യക്തമായി നമുക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, നാം തുടർന്നു പോകുന്നതിലുള്ളൊരു സുന്നത്താണ് അള്ളാഹനെ അനുസരിക്കണം, നേതാക്കന്മാരെ അനുസരിക്കണം, സംഘടനയ്ക്ക് ഒരു അച്ചടക്കത്തിന് വഴങ്ങി ജീവിക്കണം. സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം സ്വീകരിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ഏതാനും ചില വ്യക്തികളെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് അവർ സ്റ്റേജിൽ പ്രസംഗിക്കരുത് എന്ന് നിർദ്ദേശിച്ചിരുന്നു. അവർ ആരാണെന്ന് പറയാൻ എന്ന് ചോദിച്ചുകൊണ്ട് ആ നിർദ്ദേശം സ്വീകരിക്കാതെ പുറത്തു വന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ബാത്തിൽ എപ്പോഴും ബാത്തിലാണ്, ഹക്ക് ഹക്കുമാണ്. ബാത്തിലിന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ബാത്തിലിൻ്റെ പിന്നാലെ കുറേയധികം ബാത്തിലുകൾ കൂട്ടി പറയുക എന്നുള്ളത് അതിൻ്റെ ആളുകളുടെ സ്വഭാവമാണ്. ആ സ്വഭാവത്തിലാണ് സക്കരിയ സ്വലാഹി. ഞാൻ ആൾക്ക് സ്വലാഹി എന്ന് പറയാറില്ല, ഫസാദീനെ പറയാറുള്ളൂ. അയാൾ സംഘടനയെ ഫസാദാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി പുറപ്പെട്ടതാണ്. അങ്ങനെ അവരെപ്പറ്റി കളവ് പറയുന്ന സ്വഭാവക്കാരനാണ് അയാൾ. അയാളുടെ പ്രസംഗത്തിൽ അത് ഇമാം നവവി അഈനൂനി എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇമാം ഷൗക്കാനി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പോലെയുള്ള ഇമാമുകളും അതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ ഷിർക്കിലേക്ക് ആകർഷിക്കുന്ന രൂപത്തിലുള്ള സംസാരം സംസാരിക്കേണ്ടതായിട്ടുണ്ട്. മരിച്ചുപോയ മഹാന്മാരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്ത് പുതിയത് കിട്ടിയാലും അതിൻ്റെ പിന്നാലെ പോകുക എന്നുള്ളൊരു സ്വഭാവമുണ്ട്. തൗഹീദ് അതിൻ്റെ മാർഗത്തിൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് ധാരാളം ആളുകൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് സത്യം എന്ന് മനസ്സിലാക്കാനുള്ള അങ്ങേയറ്റത്തെ തൃഷ്ണ ഉണ്ട്. അധികമൊന്നും അന്വേഷിക്കാനും പിടിക്കാനൊന്നുമില്ല. തൗഹീദ് പഴയ തൗഹീദ് തന്നെ ഇപ്പോഴും ഉള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം കേരളത്തിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉള്ള ജനങ്ങൾക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കണമെന്ന്, അതിന് ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമെന്ന് കാബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചതായി എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരെയും തൗഹീദിൻ്റെ ആളുകളാക്കാൻ
നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല, പ്രവാചകന്മാർക്ക് വരെ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ സന്ദേശം എത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ മുഴുവൻ ഒരു തല മുതൽ മറ്റേ തല വരെ നമുക്ക് തൗഹീദിൻ്റെ സന്ദേശം എത്തിക്കുവാൻ സാധിച്ചു. ആളുകളതിൽ അകൃഷ്ടരായി. എല്ലാവരും അതുമായി മുമ്പോട്ട് നീങ്ങുമ്പോൾ ഒരു ചെറിയ തമാശ. ഒരാൾ കിണറ്റിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് കയറി കിണറ്റിൻ്റെ നിലത്തെത്തി. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടായിക്കാണ് ചാടി. ആ രീതിയിലുള്ള വിഭാഗമാണ് ഇപ്പോൾ ഈ ജിന്ന് വിഭാഗം എന്ന് പറഞ്ഞ സാധനം. എവിടെ നിന്നാണോ നമ്മൾ ഈ ആളുകളെ കരകയറ്റിയത്, ഈ കഷ്ടപ്പെട്ട് കയറിയത്, ഒരു നിമിഷ നേരം കൊണ്ട് കൊടും കയറ്റിയത് തന്നെ. യാതൊരു നിവൃത്തിയില്ല. അവരെ എതിർക്കുകയല്ലാതെ അവരുടെ ഈ നടപടികളിൽ നിന്ന് ജനങ്ങളെ, മുജാഹിദുകളെ, തൗഹീദിൻ്റെ ആളുകളെ രക്ഷിക്കുകയല്ലാതെ യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് കേന്ദ്രം രണ്ടും കൽപ്പിച്ച് അതിനു വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് നമ്മളെ ഇത് യഥാർത്ഥത്തിൽ മഹത്തായ കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഉലമാ സംഘം എന്ന പേരിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ആളുകൾക്കും ഈ ഇസ്ലാം എത്തിയിട്ടില്ലാത്ത മറ്റു സഹോദരങ്ങൾക്കും ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കുവാൻ സലഫുകളുടെ പാതയനുസരിച്ച് രൂപീകരിക്കപ്പെട്ടതാണ്. അതിന്റെ പ്രബോധന സൗകര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട കീഴ്ഘടകങ്ങളാണ് KNM-ഉം MSM-ഉം IS-ഉം MGM-ഉം നിച്ച് ഓഫ് ട്രൂത്തും ബിസ്മിയുമെല്ലാം. അതുകൊണ്ട് ഈ മഹത്തായ ചട്ടക്കൂട് അത് നശിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ നമുക്ക് നിലനിൽപ്പില്ലാത്ത വിധം നമ്മെ അവഹേളിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് നേരെയാണ് ഈ പ്രബോധനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അഥവാ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ ആ കാര്യങ്ങൾക്ക് വ്യക്തമാക്കി തരാം. മഹാനായ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടറായ MM അക്ബർ സാഹിബ് അദ്ദേഹം ഹൈന്ദവത ഇസ്ലാം, ക്രൈസ്തവ ഇസ്ലാം എന്ന് പറഞ്ഞൊരു ബാനറിൽ പരിപാടി അവതരിപ്പിക്കാന്ന് വിചാരിക്കുക. അങ്ങനെ പരിപാടിയിൽ ഇസ്ലാം പ്രതിദാനം ചെയ്യുന്ന തൗഹീദും വിശ്വാസങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് കുരിശു പൂജയെ, വിഗ്രഹ പൂജയെ ശക്തമായി എതിർക്കുകയും അതൊക്കെ ശിർക്കാണ്, അത് വിശ്വസിച്ചും ആചരിച്ചും മരിച്ചുപോയ നരകം ശാശ്വതമാണ് എന്ന് പറഞ്ഞ് അന്യമത വിഭാഗങ്ങളിലെ ആചാര അനുഷ്ഠാനങ്ങളെ ശക്തമായി വിമർശിക്കുക ഇസ്ലാമിന്റെ പേരിൽ നിന്നുകൊണ്ട്. എന്നിട്ട് പ്രസംഗം അവസാനിപ്പിച്ചാൽ അത് നീതിയാണെന്ന് ആ സദസ്സിലുള്ള മുസ്ലിങ്ങൾ പോലും സമ്മതിക്കൂല. പിന്നല്ലേ അമുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അംഗീകരിക്കുക? അവർ ചോദിക്കില്ലേ, അക്ബർ സാഹിബ് ഞങ്ങളിവിടെ നിർത്തിയിട്ട കല്ലിന്റെ മുമ്പിൽ പോകുന്നു എങ്കിൽ നിങ്ങളുടെ സമുദായം കിടത്തിയിട്ട കല്ലിന് മുമ്പിൽ പോകുന്നില്ലേ? ഞങ്ങളിവിടെ കുരിശുപൂജ നടത്തുന്നു എങ്കിൽ അതുപോലെ തന്നെയുള്ള അനവധി ശിർക്കൻ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങൾ നിങ്ങളുടെ മതത്തിലുമില്ലേ? നിങ്ങളെ ആളുകൾ ചെയ്യുന്നില്ലേ? അത് പറയാതെ ഇത് മാത്രം പറഞ്ഞ് വിമർശിക്കുന്നത് ശരിയാണോ എന്നവർ ചോദിക്കില്ലേ? ചോദിക്കും. അതുകൊണ്ടാണ് MM അക്ബർ നീതിബോധത്തോടു കൂടി സമൂഹത്തിനകത്ത് നടക്കുന്ന അനാചാരങ്ങളെ, മുസ്ലിങ്ങളായ ആളുകളെ, പണ്ഡിതന്മാരെ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ തുറന്ന് വിമർശിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ എന്താ, ഇസ്ലാമിനെ പൊളിക്കലാണോ? അല്ല. ഇസ്ലാം എന്ന സൽപാതയെ, യഥാർത്ഥമായ മതത്തെ വക്രതയില്ലാതെ അവതരിപ്പിക്കുന്ന ആത്മാർത്ഥതയുള്ള ആർജവമുള്ള രീതിയാണ്. അതന്നെയാണ് പണി നമ്മൾ നടത്തുന്നത്. കിണറ്റിൻ്റെ ഉള്ളത്തെ ചളി അത് മാന്തണമെങ്കിൽ പുറത്തുനിന്ന് ബക്കറ്റ് ഇട്ടാൽ കിട്ടൂല, ഇറങ്ങി മാന്തേണ്ടി വരും. ആ ഇറങ്ങി മാന്തുന്ന രൂപമാണ് സത്യത്തിൽ സഹോദരങ്ങളെ ഇത് ഒരു പക്ഷേ പല ആളുകൾക്കും വിഷമമുണ്ടാവും, ചില ആളുകൾക്കൊന്നും ഇങ്ങനെ പറയാനും ചില ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഭൗതികമായ വരുംവരായികൾ നാം ആലോചിക്കുന്നില്ല. പടച്ചുറപ്പിന്റെ സന്നിധിയിൽ ആദർശ പ്രബോധനം നടത്തി അങ്ങനെ ഈമാനോടുകൂടി മരിച്ച് ഉന്നതമായ ദർജ പങ്കിടണമെന്ന ആഗ്രഹം മാത്രമാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇന്ന് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ പറഞ്ഞെന്താരോ, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനിൽ 2012 മുതൽ ഏകദേശം, പക്ഷേ ഞാൻ കറക്റ്റ് 2025 ആ വിഷയം പഠിച്ച് അതിൽ പൂർണ്ണമായി ഡിക്ലെയർ ചെയ്തു, തൗബ ചെയ്ത് ഇസ്തിഹാറ സ്കെച്ച് പ്രഖ്യാപിച്ചല്ലോ. ഇന്ന് ഞാൻ നിറഞ്ഞ ചാരിതാർത്ഥത്തോട് പറയണത്, നമ്മളൊക്കെ പറയാറുണ്ട്, ഒരാൾ മുവഹിദായ ഒരാൾ മരിച്ചാൽ, തൗഹീദിൽ ഒരാൾ മരിച്ചാൽ അയാൾക്ക് ജീവിതത്തിൽ മരിക്കുന്ന സന്ദർഭത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താ? മുഅ്മിനീങ്ങളുടെ, മുവഹിദീങ്ങളുടെ മയ്യത്തുസ്കാരാണ്. ആ മുവഹിദീങ്ങളായ ആളുകളിൽ 40 ആളുകൾ, ശുദ്ധമായ 40 മുവഹിദീങ്ങൾ മയ്യത്ത് നമസ്കരിച്ചാൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിന്ന് എന്താണ് ശുപാർശയുണ്ട്. ആ മയ്യത്തിന് വേണ്ടി ശുപാർശ ചെയ്യാൻ ആ മുവഹിദീങ്ങൾക്ക് അല്ലാഹ് അവസരം കൊടുക്കുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഹദീസ് ഉദ്ധരിക്കുക,
عن عبد الله بن عباس رضي الله عنه قال ما من رجل مسلم يموت فيقوم على جنازته 40 رجلا لا يشركون به شيئا إلا شفع الله به അല്ലെങ്കിൽ ഇല്ലാ ഷഫാഅഹുമുല്ലാഹു ഫീഹി. ഉണ്ടോ? എന്താ പറഞ്ഞത്? ഒരു മുവഹിദായ മുഅ്മിനായ അടിമ മുസ്ലിം മരിച്ചു, യമൂത്തു ഫയഖൂമു അലാ ജനാസത്തിഹി 40 റജുലൻ, അയാൾക്ക് വേണ്ടി 40 റജുലുകൾ നിസ്കരിച്ചു. എങ്ങനെയുള്ള റജുലുകളാണ്? ലാ യുശ്രികൂന ബിഹി ഷൈഅൻ. വിസ്തങ്കാരെ, കേന്നമ്മകാരെ, സഹോദരങ്ങളെ നല്ലോണം അടിവര ഇട്ട് മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ ലാ യുശ്രികൂന ബിഹി ഷൈഅൻ ഇല്ലാ ഷഫഅഹുമുല്ലാഹു ഫീഹി. 40 മുവഹിദീങ്ങൾ അള്ളാഹുവിന് പുറമെ ഒരാളോടും വിളിച്ചു തേടാത്ത, അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യാതെ, ആ യുശ്രികൂന ബിഹി എന്നാണ്. ഷിർക്ക് അമൽ കൊണ്ടല്ല, വിശ്വാസം കൊണ്ട് വിശുദ്ധക്കാരുടെ ഹൃദയങ്ങളിലുണ്ട്. ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്, ഒരു സംശയമില്ല. ആ വിശ്വത്തിൽ എത്ര വലിയ ആലിമാട്ടെ, എത്ര വലിയ എഞ്ചിനീയറാട്ടെ, ഡോക്ടറാട്ടെ, ഓലൊക്കെ ഉണ്ട്. ഇസ്ലാമിൽ അഖീദയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അത് തെറ്റല്ല എന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങൾ ആ വിശ്വാസക്കാരനാണ്. ഇസ്ലാമിൽ ഒരാൾ ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നേയില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹത്തിന്റെ അഖീദ ജിന്നുകളോടോ സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അയാൾ മുശ്രിക്കാണ്. കാരണം അയാൾ അത് ചെയ്യുന്നില്ലെങ്കിലും അയാളുടെ ഹൃദയം, കൽബ് അമല് ചെയ്തു കഴിഞ്ഞു. അയാളുടെ കൽബിന്റെ അമൽ എന്താണ്? ഏത്തിഖാദാണ്. ഏത്തിഖാദ് അമലും ബിൽ കൽബ്, ഹൃദയം കൊണ്ടുള്ള പ്രവൃത്തിയാണ് വിശ്വാസം. അതുകൊണ്ട് ഒരാൾ ജിന്നുകളോടോ മലക്കുകളോടോ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ അത് ശിർക്കല്ല എന്നാണെങ്കിൽ അയാൾ എന്താണ്? ശിർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, മുശ്രിക്കാണ്. ഇത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വമാണ്. ഈ മരിച്ച മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചാൽ അവരെ ശുപാർശ അല്ലാഹു സ്വീകരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് ചാരിതാർത്ഥത്തിലാണ്. എന്താ കാരണം? ഞാൻ കേന മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പ്രമാണബദ്ധിതമായ തീരുമാനങ്ങളെ എതിർത്തു. സത്യമാണെന്ന് വിചാരിച്ച് വിശ്വത്തിൻ്റെ കൂടെ കൂടി അതിൻ്റെ പണ്ഡിതന്മാർക്കെതിരെ, പണ്ഡിത സഭയ്ക്കെതിരെ, പ്രഭാഷകന്മാർക്കെതിരെ എല്ലാം ശക്തമായ രൂപത്തിൽ, വളരെ വൾഗറായി ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഒരുപാട് ക്ലാസ്സും വയന്നു കൊടുത്ത ഒരാളാണ്. സത്യത്തിൽ വലിയ ഫിത്തനക്ക് തുടക്കം കുറിച്ച ഈ നേതാക്കന്മാരുടെ കൂടെ ഞാനും ഒരു ചാവർ ബോംബായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്ത ആളാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ആ അവസ്ഥയിൽ മരിച്ചാൽ ഒരു മുവഹിദീങ്ങളായ കേന്നമുകാരൻ എന്ത് വരില്ല? നിസ്കരിക്കാൻ വരൂല. ആദർശത്തെ സ്നേഹിക്കണമെങ്കിൽ പറയുന്നത് വരൂല. കാരണം ഒന്ന്, എൻ്റെ വിശ്വാസം ഷിർക്കിലാണ്. ചിന്നുള്ള സഹായത്തെടുത്ത് ഷിർക്കല്ലാത്തതുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ ഷിർക്കാണ്. 2, ഈ ആദർശത്തിനും ഈ ആദർശ പ്രസ്ഥാനത്തിനും അതിൻ്റെ പണ്ഡിത നേതാക്കന്മാർക്കൊക്കെ എതിരെ ശക്തമായി പറഞ്ഞ ഒരാളുമാണ്. സ്വാഭാവികമായിട്ടും എന്തുണ്ടാവില്ല, എനിക്ക് വിശ്വത്തിൻ്റെ ആളുകൾ കടൽ തിരമാല പോലെ അരമ്പി വരും. പക്ഷേ ഞാൻ ആലോചിക്കണത്, ആ 10,000-കണക്കിന് ആളുകൾ എനിക്ക് മയ്യത്ത് സ്കെച്ച് പോയിട്ട് എന്ത് കാര്യം? ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വേദന തോന്നും. ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾ പറയും, എന്താ ഇവനൊക്കെ എത്ര KNM-ലേക്ക് എത്ര നസുദ്ദീൻ റഹ്മാനി വന്നിട്ടുണ്ട്, ബാദിഷാബാക്കി വന്നിട്ടുണ്ട്, ഇവരൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പറയില്ല. ഓല് പറയാത്ത ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടല്ല, ഓർക്ക് അത്രത്തോളം മാതൃസംഘടനയെ മുറിവേൽപ്പിക്കാത്തവരാണ് അവർ. അത്രത്തോളം ഇതിൽ മുങ്ങിക്കുളിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ മന്ത്രവാദ ചികിത്സയിൽ വരെ മുങ്ങിക്കുളിച്ച് കശ്ഫിൻ്റെ വിഷയം വരെ പഠിപ്പിച്ചത് നമ്മൾ ചെയ്ത് സെൻറ്റർ വരെ ഉണ്ടാക്കി ഈ പള്ളിക്കുള്ളിൽ വരെ ജിന്ന് അടിച്ചിറക്കൽ ചികിത്സ നടത്തിയ ആളാണ്. أيها المجرمون
أيها المسلمون كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام. അള്ളാഹുവിന്റെ കൂവത്തും അള്ളാഹുവിന്റെ കുതിരത്തും ആ അനാഥനായ റബ്ബ് നമുക്ക് നൽകിയ ജീവിതവും നമ്മൾ ആലോചിക്കണം. മനുഷ്യനും ഹിംസും അവരെ വഴിപ്പെട്ട് ജീവിക്കാനാണ് അള്ളാഹുവിനെ ശ്രദ്ധിച്ചത്. ഓർക്ക് അത്രത്തോളം മാതൃസംഘടനയെ മുറിവേൽപ്പിക്കാത്തവരാണ് അവർ. അത്രത്തോളം ഇതിൽ മുങ്ങിക്കുളിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ മന്ത്രവാദ ചികിത്സയിൽ വരെ മുങ്ങിക്കുളിച്ച് കശ്ഫിൻ്റെ വിഷയം വരെ പഠിപ്പിച്ചത് നമ്മൾ ചെയ്ത് സെൻറ്റർ വരെ ഉണ്ടാക്കി ഈ പള്ളിക്കുള്ളിൽ വരെ ജിന്ന് അടിച്ചിറക്കൽ ചികിത്സ നടത്തിയ ആളാണ്. സ്വാഭാവികമല്ലേ? സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിൽ അവർ പറയില്ല, ഞാൻ പറയാണ്. കാരണം KNM ഒരാൾ എനിക്ക് വരില്ല, പിന്നെ വരാനുള്ളത് മുഴുവൻ വിസ്റ്റംകാരാണ്. സാജിദ്രങ്ങാടി മരിച്ചു, എല്ലാവരും വന്ന് മയ്യത്ത് നിസ്കരിക്കും വിസ്റ്റംകാർ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിലപാടിലാണെങ്കിൽ ഒരിക്കലും തന്നെ അമൽ ആ ഒരു ഷഫാത്തിന് കിട്ടൂല, ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് അള്ളാഹു തൗഫീഖ് തരാൻ അങ്ങനെ തന്നെയാണ് അതിൻ്റെ നിയമം വരിക. എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്, കിട്ടൂല. അപ്പോൾ ഇന്ന് അൽഹംദുലില്ലാഹ് ഞാൻ സന്തോഷിക്കുന്നത് എന്താണോ, ഇന്ന് എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ വിസ്റ്റംകാർ വന്നോ വന്നില്ലേ അത് എനിക്കറിയില്ല. വരാം, ഒരുപാട് മുഹബത്തുള്ള ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ നേതൃത്വത്തിലുണ്ട്, അണികളിലുണ്ട്, പണ്ഡിതന്മാർ വരെയുണ്ട്. അവരൊക്കെ എന്തായാലും സ്വാഭാവികമായിട്ട് എനിക്ക് വരും. തീവ്രതയുള്ള സൈബർ പോരാളികളും അതുപോലെയുള്ള നേതാക്കന്മാർ ചിലപ്പോൾ വന്നില്ല എന്ന് വരും. പക്ഷെ എനിക്ക് ഒരു വന്നാലും വന്നിട്ടില്ലെങ്കിൽ എന്തില്ല, ഒരു ടെൻഷനും ഇല്ല. കാരണം ഇന്ന് ഞാൻ മരിച്ചാൽ നാളെ എനിക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് മയ്യത്ത് നിസ്കരിക്കാൻ കേരള ദഅവത്തുൽ മുജാഹിദീനിലെ ആയിരക്കണക്കിന് ആളുകൾ വരും. അവർ വന്നാൽ 40 എണ്ണം വന്നാൽ മതി, 100 എണ്ണം വന്നാൽ മതി. അത് കറകളഞ്ഞതാണ്. ജിന്നുകളോടുള്ള സഹായത്തേട്ടം മുത്തലക്കൻ ഷിർക്കാണെന്ന് പ്രഖ്യാപിക്കുന്നവരാണ് അവർ. ബാക്കിയുള്ള കാര്യത്തിൽ ഷിർക്കാണെന്ന് പറയണ്ടല്ലോ, മഖബറി മഹാത്മാക്കളൊന്നും. ഇത് വ്യക്തമായി പറയുന്ന, അപ്പോൾ അതുകൊണ്ട് ക്ലീനാണ്, വളരെ വ്യക്തമാണ്. ബാക്കി എന്തൊക്കെ ന്യൂനത ആളുകൾക്ക് ഉണ്ടായിക്കോട്ടെ, വിശ്വാസത്തിൽ ഒരു ചെറിയ കരട് പോലും ദുൽമില്ല. അതുകൊണ്ട് ആ മുവഹിദീങ്ങൾ എനിക്ക് നിസ്കരിക്കാനുണ്ടാകുമെന്ന നിറഞ്ഞ ചാരിതാർത്ഥ്യമുള്ളതുപോലെ ഓരോ മുവഹിദീങ്ങളായ വിസ്റ്റംകാരും മനസ്സിലാക്കുക. എൻ്റെ ബന്ധുമിത്രാദികളോടാണ് ഞാൻ പറയുന്നത്, എൻ്റെ വാപ്പാനോട്, എൻ്റെ അഞ്ചനോട്, എൻ്റെ പെങ്ങന്മാരോട്, അലിയന്മാരോട്, അതേപോലെ തന്നെ എൻ്റെ അയൽ കുടുംബക്കാരോട്, ഈ പ്രസ്ഥാനത്തിലെ ആളുകളോട്, എന്നെ സ്നേഹിച്ചവർ, എന്നെ പരിപാടി കൊണ്ടുപോയവർ എല്ലാവരോടും പറയണം, സഹോദരങ്ങളെ 40 ആളെങ്കിലും ശുദ്ധമായ മുവഹിദീങ്ങൾ നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന മാതൃപ്രസ്ഥാനത്തിൻ്റെ വിശ്വാസം, ആ നിലപാടിലേക്ക് നമ്മൾ മടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കർമ്മശാസ്ത്ര വിഷയങ്ങളെ പ്രമാണബദ്ധിതമായി പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.